ഹായ് ഓൾ, വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്നു. എൻ്റെ പേര് സച്ചിൻ. നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടക്കാം. കുറേയധികം കേരള സർക്കാരിന്റെ ആരോഗ്യ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് വീണ്ടും അതിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാജ്യോതി പ്രോജക്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. വിദ്യാജ്യോതി പദ്ധതി എന്താണ്? വിദ്യാജ്യോതി പദ്ധതി ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് വായിച്ചെടുക്കാൻ സമയമെടുക്കും. കുറേയധികം 4 പോയിന്റ് വായിക്കണം, ശ്രദ്ധാപൂർവം വായിക്കണം. ഇത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും പറ്റും. കാണിച്ചു തരാം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. കഴിഞ്ഞ കുറെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആ കാര്യം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. വിദ്യാജ്യോതി പദ്ധതി ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. ആണോ? നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടിയാണ്. അല്ല. അപ്പൊ ആദിവാസി വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുമല്ല. അപ്പൊ ഇത് 3ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. ഇത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3ഉം 4ഉം ഇതുമായി ബന്ധമില്ലാത്തതാണ്. അപ്പൊ ആൻസർ ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നതിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? അപ്പൊ ഏതാ മക്കളെ ആൻസർ? ഓക്കെ, 3ഉം 4ഉമാണോ? അത് തെറ്റല്ലേ? 1ഉം 2ഉം ശരിയാണ് അല്ലേ? 3ഉം 4ഉം അല്ല, 2ഉം 3ഉം 4ഉം അല്ല, 4അല്ല. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ബി ആണ് ഓപ്ഷൻ. ആൻസർ ഇവിടെ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. നോക്കാം എന്താണ് വിദ്യാജ്യോതി പദ്ധതി, നമുക്ക് നോക്കാം. അതിനു മുമ്പ് കേരള സാമൂഹ്യ നീതി വകുപ്പ്, കേരള സാമൂഹ്യ നീതി വകുപ്പ്, സോഷ്യൽ ജസ്റ്റിസ് അല്ലെ ഡിപ്പാർട്ട്മെന്റ്, കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, കേരള സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നത് 975-ലാണ്. സാമൂഹ്യ നീതി വകുപ്പ്. അതിന്റെ കീഴില് സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ സാമൂഹ്യ സുരക്ഷാ മിഷൻ രൂപീകരിച്ചത് 2008 ഒക്ടോബർ 14-നാണ്. സാമൂഹ്യ നീതി വകുപ്പ് എന്നായിരുന്നു? 975. അതിന്റെ കീഴില് സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 14-നാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ സ്ഥാപിച്ചത്. അതിന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാ ഇപ്പോഴത്തെ? ആർ ബിന്ദു ആണ് അല്ലെ? ആർ ബിന്ദു ആണ്. ആർ ബിന്ദു. ഓക്കെ. സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ഒരു പദ്ധതി നടപ്പിലാക്കുമ്പം അത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ. നോക്കിയേ. അഗതികൾ, ആരാരുമില്ലാത്തവർ, ദരിദ്രർ, വൃദ്ധർ, കുട്ടികൾ, സ്ത്രീകൾ. ആരൊക്കെയാ? അഗതികൾ, ദരിദ്രർ, വൃദ്ധർ, കുട്ടികൾ, സ്ത്രീകൾ. അതുപോലെ നിത്യരോഗികളായ ക്യാൻസർ രോഗികൾ, നിത്യരോഗികളും ക്യാൻസർ രോഗികളും, മറ്റു ദുർബല ജനവിഭാഗങ്ങൾ, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരു പ്രോജക്റ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ട? ഭിന്നശേഷിക്കാർ. ഇവരുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രോജക്റ്റ് ചോദിച്ചാൽ എൻ്റെ മക്കളെ എഴുതിക്കോണം. സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. നോക്കിയേ, ഇവിടെ ഈ വിദ്യാജ്യോതി പദ്ധതി എന്താ? ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് എത്തിക്കണം. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഭിന്നശേഷി കുട്ടികൾക്കാണ്. ഇനി ഭിന്നശേഷിക്കാർക്ക്, അഗതികൾക്ക്, വിധവകൾക്ക്, കുട്ടികൾക്ക്, വികലാംഗർക്ക്, വയോജനങ്ങൾക്ക്, ജെൻഡേഴ്സിന് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ആരാ? സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണ് അല്ലേ? ശരിയാണ്. നോക്കിയേ. ഇപ്പൊ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള PH വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമുകളും
പഠന സാമഗ്രികളും സാമ്പത്തിക സഹായം നൽകുന്ന പ്രോജക്റ്റാണ് ഏതാ? വിദ്യാജ്യോതി. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഭിന്നശേഷി മക്കൾക്ക്, ഭിന്നശേഷി കുട്ടികൾക്ക് എന്തൊക്കെ നൽകുന്ന? യൂണിഫോമുകളും പഠന സാമഗ്രികളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രോജക്റ്റ് ആണ് ഡാഷ് വിദ്യാജ്യോതി. ഏതാണ്? വിദ്യാജ്യോതി പദ്ധതി. കിട്ടിയോ? നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇനി ആവർത്തിക്കും. വിദ്യാജ്യോതി പദ്ധതി. നോക്കിയേ, ഭിന്നശേഷിക്കാരുടെ മറ്റൊരു പ്രോജക്റ്റ് നോക്കാം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ മാതാവിന് ഈ ഓട്ടോറിക്ഷ നൽകുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹയാനം. ഇല്ലേ? സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാവിന് ഈ ഓട്ടോറിക്ഷ നൽകുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹയാനം. ഏതാണ്? സ്നേഹയാനം. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാൻ കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് വഴി നടപ്പിലാക്കിയ പ്രോജക്റ്റാണ് ഏതാ? അനുയാത്ര. ഏതാണ്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാൻ, കേരള സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാൻ നടപ്പിലാക്കിയ പ്രോജക്റ്റാണ് ഏതാ? അനുയാത്ര. ഏതാണ്? അനുയാത്ര. നോക്കിയേ, ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? വിദ്യാകിരണം. ഏതാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മറ്റൊരു പേരും എന്താ? വിദ്യാകിരണമാണ്. ഇവിടെ വേറൊരു പ്രോജക്റ്റ് പറഞ്ഞു. ഏതാ പറഞ്ഞേ? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏതാ? വിദ്യാകിരണം. ഏതാണ്? വിദ്യാകിരണം. നോക്ക്, വീണ്ടും ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട അംഗപരിമിതർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന സർക്കാർ പ്രോജക്റ്റ് ആണ്. അതായത് അംഗപരിമിതർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ, അംഗപരിമിതർ എന്ന് പറയുമ്പോൾ എന്താ? ഭിന്നശേഷിക്കാരല്ലേ? അല്ലേ? വികലാംഗരല്ലേ? അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്ന ആരാ? സാമൂഹ്യ നീതി വകുപ്പല്ലേ? സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നത് ഏതാണ് പ്രോജക്റ്റ്? പരിരക്ഷ. ഏതാണ്? പരിരക്ഷ. ഏതാണ് മക്കളെ? അംഗപരിമിതർക്ക്, ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രോജക്റ്റ് ആണ് ഏതാ? പരിരക്ഷ. ഏതാണ്? പരിരക്ഷ. ഏതാണ്? പരിരക്ഷ. അപ്പൊ കുറേയധികം പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറേയധികം പ്രോജക്റ്റുകൾ നീണ്ടു പോകുന്നല്ലേ? അപ്പൊ സംസ്ഥാനത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് CPO ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏതാ? അതായത് ഭിന്നശേഷിക്കാർക്ക്, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക്, ഭിന്നശേഷിക്കാർക്ക്, വികലാംഗർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏത്? ഓപ്ഷൻസ് നോക്കിയേ. അതിജീവനമാണോ? അല്ല. സ്നേഹയാനമാണോ? അല്ല. നിരാമയാണോ? നോക്കാം. പ്രതീക്ഷയാണോ? ഇവിടെ ആൻസർ ഏതാണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ആൻസർ. നമ്മുടെ ഉത്തരം നിരാമയ. ഏതാണ്? നിരാമയ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ ഇൻഷുറൻസ്. നമുക്ക് ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്. നാളെ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാവും. ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നാളെ സർക്കാർ ഉദ്യോഗസ്ഥരാവട്ടെ. ആവുമ്പോൾ നിങ്ങൾക്ക് മെഡിസെപ്പ് കിട്ടുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, കാസ്പ്. നിരന്തരം PSC ചോദിക്കുന്നതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി രാജ്യം നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രോജക്റ്റ്. ഇത് മൂന്നുകൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എന്തായാലും ഇൻഷുറൻസ് എടുക്കുമല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ എന്താ? ഭിന്നശേഷിക്കാർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ ഇൻഷുറൻസ് നൽകുന്ന പ്രോജക്റ്റ് ഏതാ? നിരാമയ. പറയുമ്പോൾ ഒരു വൃത്തി വേണ്ടേ? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രോജക്റ്റ് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കിയ ഇൻഷുറൻസ് പരിരക്ഷയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. 1 ലക്ഷം രൂപ. എത്രയാണ്? 1 ലക്ഷം രൂപ. നോക്കിയേ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നോക്കാം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് വിദ്യാധീരം. ഏതാണ്? വിദ്യാധീരം. നോക്ക്, നമ്മളിപ്പോ ഇൻഷുറൻസിന്റെ കാര്യം ഒതുക്കിയിട്ട് ഇതിലേക്ക് വരാം. ഇൻഷുറൻസ് നോക്ക്, നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്.
കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ, കാസ്പ് എന്ന് പറയും, നിങ്ങൾ കേട്ടില്ലേ? കാസ്പ്. കാസ്പ് എന്താണ്? കാസ്പിന്റെ ഫുൾ ഫോം പരീക്ഷ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാസ്പിന്റെ ഫുൾ ഫോം എന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പ്രോജക്റ്റ്. നോക്കിയേ, ആയുഷ്മാൻ ഭാരത് എന്നാണ് ശരിക്കുള്ള പേര്. ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ ആയുഷ്മാൻ ഭാരത് സൈറ്റിൽ പോലും നമ്മൾ കാണുന്നില്ല. ശരിക്കും അതിന്റെ പേര് അങ്ങനെ, ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപ കവറേജ്. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതേ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി, രാജ്യം നടപ്പിലാക്കി. എന്താ പേര്? പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന. ഇമ്പോർട്ടന്റ് ആണ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 2018 ജാർഖണ്ഡിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കൊള്ളാം. പരീക്ഷയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഇൻഷുറൻസ് നൽകുന്ന പ്രോജക്റ്റാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അങ്ങനെയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ്. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ്. ഇത് പ്രകാരം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്നുണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവർക്കാണ് അതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഓക്കെ, നോക്കിയേ, മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തിക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? വിദ്യാതീരം. ഏതാണ്? വിദ്യാതീരം. ഓക്കെ, തീരപ്രദേശം ഓർത്തിരിക്കാലോ. കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? അപ്പൊ കുറെ അധികം ക്വസ്റ്റ്യൻസ് മനസ്സിലായി അല്ലേ? നിരാമയ എന്തായിരുന്നു? കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന 1 ലക്ഷം രൂപ ഇൻഷുറൻസ് നൽകുന്ന പ്രോജക്റ്റ് ആണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. എൻ്റെ മക്കളെ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കുറെ അധികം ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണ്ടേ? ആരോഗ്യക്ഷേമ പദ്ധതികൾ, അതായത് സിലബസിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പരിസ്ഥിതി കാര്യങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതുപോലെ ആരോഗ്യ ക്ഷേമ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പിന്നെ മനുഷ്യരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് ഇല്ലേ, ജീവകങ്ങൾ, ധാതുക്കൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ മാർഗിലേക്ക് എത്താൻ പറ്റൂ. ഓരോ മാർഗം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഓരോ ഏജുകാരുണ്ട്. അപ്പോൾ ഓരോ മാർഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് CPO വുമൺ CPO ക്ലാസ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പുകളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്കും CPO എന്ന ഉദ്യോഗം നേടിയെടുക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കാഴ്ച എത്തിക്കുക, ഈ വീഡിയോകൾ എത്തിക്കുക. അതിലുപരി നിങ്ങൾ ആപ്പിലെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ആധികാരികമായി വിഷയങ്ങളെ പഠിച്ചെടുക്കുക. അതിന് ചെയ്യേണ്ടത് എന്താ? വാരി വലിച്ചിട്ട് പഠിക്കുക എന്നുള്ള ഒന്നല്ല അതിനകത്ത് കാരണം. വാരി വലിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? മുഴുവനും പഠിച്ചിട്ട് നമ്മൾ എൻസൈക്ലോപീഡിയ പോലെ മുഴുവനുള്ള കാര്യങ്ങളും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പരീക്ഷയിൽ വിജയിക്കുന്നത്. അല്ലേ? ആണല്ലോ. അതിനു വേണ്ടി ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ പരീക്ഷകളുടെയൊക്കെ മുൻകാല ചോദ്യ പേപ്പറുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഏതേത് ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ ഇന്ന് സംസ്ഥാനത്ത് നിങ്ങളോടൊപ്പം നിൽക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളിൽ ഉള്ളത് എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ടോപ്പിക് വിശദീകരണം, ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, മറ്റ് കാര്യങ്ങളെല്ലാം അതായത് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക, ഞങ്ങളോടൊപ്പം നിൽക്കുക.
ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആപ്പിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് താഴെ കാണിച്ചിരിക്കുന്ന ഈ നമ്പർ. ഈ ഫിംഗർ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഈ ലളിതമായ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചു എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.